ഒരു മനുഷ്യൻ്റെ ഉടമ്പടി എടുത്ത് ജീവിക്കണതും ഉടമ്പടി ധ്യാനം കൂടാൻ വരുമ്പോഴെല്ലാം അവർക്കൊരു കണ്ണുനീരുണ്ട്. അവിടെ കാല് ഇടറിപ്പോകുന്നുണ്ട്. അവർക്ക് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റണില്ല. അതിനുവേണ്ടി പരിശുദ്ധ അമ്മയുടെ അഭയം പ്രാപിച്ചിരിക്കുന്നവരാണ് നമ്മൾ. ഇവിടുന്ന് ഒരു കുഞ്ഞു പോലും അനുഗ്രഹം കിട്ടാതെ പോകരുത് എന്നാണ് ഞങ്ങൾ ദൈവത്തോട് എപ്പോഴും അപേക്ഷിക്കുന്നത്. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടിന് കേൾവി നൽകിയവനെ, ഊമന് സംഭാഷണം നൽകിയവനെ, മഹോരോഗിപ്പെടുത്തിയവനെ, തളർവാരോഗിപ്പെടുത്തിയവനെ, മരിച്ചവനെ ഏർപ്പിച്ചവനെ, അങ്ങയുടെ തിരുമുറുപാർന്ന വലുതുകരം, ആണിപ്പെടുതാർന്ന അത്ഭുതകരം ഞങ്ങളുടെ ശിരസിൽ വെക്കണമേ. ശിരസ് മുതലേ ഉള്ളങ്കാൽ വരെ കർത്താവിന്റെ രക്തം പടരട്ടെ. അവയവങ്ങള്, ആന്തരിക ധമനികള്, പേശികള്, കോശങ്ങള്, അസ്ഥികള്, അസ്ഥിക്കുഴകള്, സൂക്ഷ്മകോശങ്ങള് കർത്താവിന്റെ രക്തത്താൽ നിറയട്ടെ. എല്ലാ സൃഷ്ടികളും, എല്ലാ മുഴകളും, ക്യാൻസർ രോഗങ്ങള്, മാരക രോഗങ്ങള്, പീഡാവേദികള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. നമ്മളെ ദൈവമാണ് ഇവിടെ കൊണ്ടുവന്നത്. ഈ നിമിഷം നിങ്ങൾക്ക് മാതാവ് നിങ്ങൾക്ക് വേണ്ടി ഓരോരുത്തർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. ഈശോ അത് ഏറ്റെടുത്ത് നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ സഹായിക്കുന്ന സമയമാണ്. അതുകൊണ്ട് എൻ്റെ മക്കളുടെ മനസ്സിൽ ഉള്ള വേദനകളെല്ലാം മൗനമായി എന്തെങ്കിലും കാര്യങ്ങൾ ഞങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴും സമർപ്പിക്കാം. വീടില്ലാത്തവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, വിസ പ്രോസസ്സ് ചെയ്യാത്തവരുണ്ട്, പുതുക്കി കിട്ടാത്തവരുണ്ട്, ഗിഫ്റ്റ് നടപടി നേരിടുന്നവരുണ്ട്, കുടുംബത്തിൽ കലഹമുള്ളവരുണ്ട്, മാർത്താമസിക്കാൻ പറ്റാത്തവരുണ്ട്, അടിസ്ഥാന രേഖകൾ കിട്ടാത്തവരുണ്ട്, കേസിൽ അകപ്പെട്ടവരുണ്ട്, സാമ്പത്തിക ബാധ്യതയുള്ളവർ, എന്തെങ്കിലും വിഷയങ്ങൾ വിറ്റാൽ തീരാവുന്നതേ പ്രശ്നങ്ങൾ ഉണ്ടാകത്തുള്ളൂ. ചിലർക്ക് വിൽക്കാൻ പോലും ഒന്നും ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ളവരെല്ലാം മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. മക്കളില്ലാത്തവർ, ചില മരുന്ന് കഴിച്ചിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല, രോഗം മൂർച്ഛിച്ചു വരുന്നവർ, വീട്ടിലായിട്ടുള്ള കിടപ്പ് രോഗികൾ, കർത്താവേ അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടത്തിന് അമ്മ മധ്യസ്ഥം വഹിക്കുമ്പോൾ കർത്താവേ നിന്റെ തിരുമുറുപാർന്ന ഭരതകർത്ത നിന്റെ അവകാശമോഖരിയുമാകുന്ന ജനങ്ങളെ അങ്ങ് സ്പർശിക്കണമേ. അടിപ്പിഴപ്പോൾ വൈദാഖണ്ഡ ദൈവികമായ ശക്തി നിങ്ങൾക്ക് ആവസിക്കട്ടെ.